വീട് അറിയാതെ ഇപ്പോൾ വീട് അന്വേഷിക്കണം അവിടെ. അതെ, ഈ ശ്രീജിത്ത് ഡോക്ടറാണ്. പിന്നെ താങ്കൾ അറിയാത്ത ഒരാൾ താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യം എന്താണ്? അതായത് ഇപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എൻ്റെ പാർട്ടിയെ വെല്ലുവിളിക്കുക ഉള്ള ഒരു പരിപാടിയല്ലത്. ഇപ്പോൾ ചാനലിൽ ഞാൻ വരുന്ന സമയത്ത് വാർത്ത കൊണ്ട് എൻ്റെ പാർട്ടിയെ ഞാൻ വെല്ലുവിളിക്കില്ല. കാരണം അത്രയും സഖാക്കൾ, അത്രയും രക്തസാക്ഷികൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. പക്ഷേ ഇത്ര കാലം പാർട്ടി ഒരു 10-35 കൊല്ലത്തോളം ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് ഒരു മനുഷ്യനെ അയാൾ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്കാണ് കൊണ്ടുപോയത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? എന്നെ വളർത്തിയ ആളുകൾക്കുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന PSC കോഴ എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം എന്നെ ഇങ്ങനെ വല്ലാത്ത ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുമ്പോൾ, അങ്ങനെ പ്രമോദ് കോഴ വാങ്ങിയിട്ടുണ്ടോ? കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് സംഭവം? അത് കൃത്യമായി മനസ്സിലാക്കി ആർക്ക് പൈസ കൊടുത്തു എന്ന് തെളിവ് സഹിതം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് മറുപടി പറയണം. ഈ പറയുന്ന ഈ വീട്ടിലെ ആൾ എൻ്റെ സുഹൃത്ത് കൂടിയാണ്. അയാൾ വളരെ കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരും. സുഹൃത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടിക്കാരനാണോ, പാർട്ടി പ്രവർത്തകനാണോ, പാർട്ടി അനുഭാവിയാണോ? സിപിഎമ്മുമായി ബന്ധം? അതായത് ഞാൻ എൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ അളിയൻ്റെ സുഹൃത്താണ് ഇയാൾ. അപ്പോൾ അളിയൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഇയാളെ ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ വീട്ടിൽ വരുന്നു, സംസാരിക്കുന്നു, സൗഹൃദം ഉണ്ടാക്കുന്നു. ആ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇന്നേ വരെ ഞാൻ ഈ പറയുന്ന ആളോട് മോശമായി പോലും ഒരു പെരുമാറ്റം ഞാൻ നടത്തിയിട്ടില്ല. ഒരു മോശമായി പോലും 1% പോലും. ഇപ്പോൾ പ്രമോദ് അങ്ങനെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അച്ഛനാണ് സത്യം വന്നിട്ടില്ല. അതായത് അയാൾ എൻ്റെ വീട്ടിൽ വരും, സംസാരിക്കുന്നല്ലാതെ എനിക്കിവിടെ വരേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം, എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ എൻ്റെ സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറയുന്നത് അതായത് നമ്മൾ അയാളെ എന്താണ് പരിചയമുണ്ട്, ആത്മസുഹൃത്തല്ല, പരിചയമുണ്ട്. തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് എൻ്റെ ഒരു ഫോട്ടോയൊക്കെ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ഈ പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. 22 ലക്ഷം രൂപ പ്രമോദ് കോഴ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ആ 22 ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോളിഡ് പ്രൂഫ്, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഏതെങ്കിലും ആൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രമോദ് എന്തെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, പല രീതിയിലാണ് ചാനലുകൾ വാർത്ത വരുന്നത്. 60 ലക്ഷം പറഞ്ഞു, ബാർഗെയിനിങ് ചെയ്ത് 22 ലക്ഷം ആക്കി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ എന്തുണ്ടാവണം? എല്ലാ തരത്തിലുള്ള തെളിവുകളും ഉണ്ടാവണം. പ്രമോദ് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നുള്ള തെളിവുണ്ടാവണം. അങ്ങനെ തെളിവില്ലാതെ ഒരു മകനെ, ഒരച്ഛനായിട്ടുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോൾ അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ആരുമില്ലാത്തവന് ആരെങ്കിലുമൊക്കെ തുണയാവണം, അത്രയേ ഉള്ളൂ. ഒരു തെളിവില്ലാതെയാണ് പാർട്ടി നടപടി എടുത്തിരിക്കുന്നത്. പാർട്ടി നടപടി ഞാൻ ഇവിടെ ഇരിക്കും, ബാക്കി പറയാം.